കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണ്. ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഗാസയിലെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ഗാസയിലെ കാര്യവും പൗരത്വ പ്രശ്നമൊക്കെ പറഞ്ഞു. അത് ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഇപ്പുറത്തോട്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശ്രമിച്ച്. അപ്പോൾ അതും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ പിന്നെ എന്താ വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത തന്നെ എന്താണ്? ആ മട്ടിലുള്ള വാർത്തകളാണ്. അപ്പം ഇതൊന്നും നിങ്ങൾ ന്യൂനപക്ഷങ്ങളോട് നീതി കാണിക്കേണ്ട സമയത്ത് നീതി കാണിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പം ന്യൂനപക്ഷ വേട്ടയുടെ കാര്യം പറഞ്ഞു. കാരണം മുസ്ലിം ലീഗ് പോലും ന്യൂനപക്ഷ വേട്ടയാണെന്ന് അവർ പറയുന്നില്ല. എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെയും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് അവിടുത്തെ സർക്കാരുമുണ്ട്. CPM കർണാടക CPM തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിലെ CPM മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതെന്നുള്ള അവരുടെ പ്രസ്താവന ഓൾറെഡി വന്നു. അപ്പം ഇത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. തൽക്കാലം ഇതെങ്കിലും കച്ചവടം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിലുള്ള ന്യൂനപക്ഷ പ്രേമം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ CPM-ൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത് ആ ചോദ്യത്തിന് പോലും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നതിനെക്കുറിച്ചൊന്നും ചർച്ച നടത്തിയിട്ടില്ലല്ലോ. വീടാന്തരം കയറുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകന്നുപോയി? എന്തുകൊണ്ട് ഇങ്ങനൊരു വലിയ തോൽവി പാർട്ടിക്ക് സംഭവിച്ചു? PMCയുടെ കാര്യത്തിനകത്തും ലേബർ കോഡിൻ്റെ കാര്യത്തിനകത്തും മറ്റു പല കാര്യങ്ങളിലും CPM BJP-യുമായിട്ട് ഒത്തുകളിക്കുന്നു എന്നുള്ള ഇവിടുത്തെ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾ കണ്ടത് മനസ്സിലാക്കിയതല്ലേ. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും CPM-ൽ ഒലിച്ചു പോയി അപ്പുറത്തേക്ക് പോയി കയറിയത്. അപ്പോൾ ആ യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ തോതിലാണ് വോട്ട് ചോർച്ച CPM ഉണ്ടായിരിക്കുക. CPM-ൻ്റെ കൂടെ എല്ലാ കാലവും, അതായത് പ്രത്യേകിച്ച് 2000 മുതൽ CPM-നൊപ്പം നിൽക്കുന്ന ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ സമുദായമാണ് പെന്തക്കോസ്ത് വിഭാഗം. അവർ പൂർണ്ണമായി ഇത്തവണ UDF-നൊപ്പമാണ് നിന്ന്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വിലയിരുത്തൽ CPM നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം.